ഗുഡ് മോർണിംഗ്. ഇന്നിത്തിരി ലേറ്റ് ആയിട്ടാണ് എണീറ്റ. വടംവലിയുടെ ശരിക്കുള്ള സുഖം മക്കളെ എന്നാണ് അറിയുക. കൈ അനക്കാൻ പറ്റണില്ലെന്നേ വലത്തേക്ക് ചേട്ടാ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു കൈയൊക്കെ വേദനയോട് കൂടി നാളേക്ക് അറിയുള്ളൂ എന്ന്. പക്ഷെ ഞാൻ വെച്ച് കുഴപ്പമുണ്ടാവില്ലെന്നു. പക്ഷെ വലത്തേക്ക് ഭയങ്കര വേദനയുണ്ട് കേട്ടാ. പിന്നെ ചോറ് അടുപ്പത്തിട്ട് ഇത്തിരി ചോറിട്ടുള്ള കാരണം മിഞ്ഞാന്നത്തൊക്കെ ചോറ് ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ ചേട്ടാക്കി കൊണ്ടുപോകാൻ വേണ്ടി മാത്രം 2 നാഴി അരി അടുപ്പത്തിട്ടു. പിന്നെ കടലയാട്ട വേറെ ഒരു കറിയും വെക്കണില്ല. കടലയിൽ വേഗം സബോളയും പച്ചമുളകും അരിഞ്ഞ് അത് അടുപ്പത്ത് വെച്ചു. ചിയാസിട്ട് കുതിരാൻ വെച്ചു. കടലയാണെങ്കിൽ പിന്നെ അതിൻ്റെ കോമ്പിനേഷൻ ഫസ്റ്റ് വരെ പുട്ടാണല്ലോ. അപ്പോൾ ഒരു ഇത്തിരി പുട്ടിട്ടാ. കാരണം ഇന്നലത്തെ നൂൽപുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മിന്നാന്നത്തെ ചോറ് ആവിയേറ്റാൻ വെച്ചപ്പോൾ അതും കൂടി ആവിയേറ്റാൻ വെച്ചു. എന്നിട്ട് വേഗം കടലയുടെ കാച്ചാനുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞ് വെച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കടലയിൽ തക്കാളി ഇടാറുണ്ട് കേട്ടോ. ഇങ്ങനെ ചിക്കൻ കറി വെക്കണ മാതിരി തന്നെ ചിക്കൻ മസാലയൊക്കെ ഇടാറുണ്ട്. അപ്പോൾ തക്കാളി അരിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ ഞാൻ ചിയാ സീഡൊക്കെ കുടിച്ചിട്ടാ. എന്നിട്ട് പൂക്കളിടാൻ പോയപ്പോൾ ചേട്ടായി വീഡിയോ എടുത്തുന്നു. ആദ്യത്തെ മാത്രം എടുത്തിട്ടേ പിന്നെ വർത്തമാനത്തിൽ മുഴുകിയിട്ട് ബാക്കി വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പം എങ്ങനെയുണ്ട് കുഞ്ഞിപ്പൂക്കളെ, ഇഷ്ടമായാ? അതെൻ്റെ വേഗം പുട്ട് ആവിയേറ്റാൻ വെച്ചു. എന്നിട്ട് കടല വേഗം കാച്ചാൻ വെച്ചു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാ പൊടികളൊക്കെ ഇട്ടിട്ട് പിന്നെ തക്കാളി ഇട്ടിട്ട് നന്നായി വഴറ്റിയിട്ടാണ് പിന്നെ കടല ഇട്ടിട്ട് ഇത്തിരി ചാറാക്കി. ഒരുപാട് ചാറില്ല, കടല വെന്ത വെള്ളം തന്നെ ഉണ്ടായിരുന്നുള്ളൂ, കൂടുതൽ വെള്ളം ഒഴിച്ചില്ല. നൂൽപുട്ടൊക്കെ കഴിക്കണമല്ലോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചോറൊക്കെ ഊറ്റുണ്ടായിരുന്നു കേട്ടോ. അതേ ചേട്ടാക്കി ചോറാക്കിയത് പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ല കേട്ടോ. ഒരു മുട്ടയും വറുത്ത് വെച്ചു, പിന്നെ കടലയാക്കി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കൂടെ എന്തൊരു സാധനങ്ങൾ മേടിക്കാൻ പോയപ്പോൾ തോളൂരിൻ്റെ ഒരു കുഞ്ഞി പാക്കറ്റ് അച്ചാറും മേടിച്ചിട്ടായിരുന്നു, നാരങ്ങ അതും വെച്ചു. അപ്പം ഞാൻ ചേട്ടായിക്ക് പുട്ട് കൊടുത്തിട്ട് നൂൽപുട്ട് തിന്നാന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ചേട്ടായിക്ക് പറഞ്ഞു നൂലപ്പം മതി എന്ന് പറഞ്ഞിട്ട് ചേട്ടായിക്ക് നൂലപ്പം കൊടുത്തു. ഞാൻ പുട്ടെടുത്തു. പക്ഷെ ഞാൻ പുട്ട 2 കഷ്ണം തിന്നില്ല കേട്ടോ, ഒരു ഭംഗിക്ക് വെച്ചു എന്നുള്ളൂ. അപ്പോൾ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാലേ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം മറക്കണ്ട കേട്ടോ.